ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ഈച്ച് ഓഫ് 2 vowels ആൻഡ് 3 കോൺസോണൻസ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡോട്ടർ. ഓക്കെ, അപ്പോൾ ഈ ഡോട്ടർ എന്ന് പറഞ്ഞ വേർഡിലത്തെ ഏതെങ്കിലും 2 vowelsഉം ഏതെങ്കിലും 3 കോൺസോണൻസും വെച്ചിട്ട് എത്ര വേർഡ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ നോക്കാം. അപ്പോൾ ഈ ഡോട്ടർ എന്ന് പറഞ്ഞ വേർഡിൽ എത്ര വോവൽസ് ഉണ്ട്? എ, യു, ഇ 3 വോവൽസ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ വോവൽസ് ഈ ഡോട്ടറിൽ തന്നെ 3 വോവൽസ് ഉണ്ട്. എ, യു, ഇ ആണ്. ഓക്കെ, 3 വോവൽസ് ഉണ്ട് ടോട്ടൽ. എത്ര കോൺസോണൻസ് ഉണ്ട്? കോൺസോണൻസ് എത്ര ഉണ്ട്? ബാക്കിയുള്ളതൊക്കെ കോൺസോണൻസ് ആയിരിക്കും. ഡി, ജി, എച്ച്, ടി, ആർ അല്ലേ. ഡി, ജി, എച്ച്, ടി, ആർ. ഓക്കെ, അപ്പോൾ 5 കോൺസോണൻസ് ഉണ്ട് ടോട്ടലി. നമുക്ക് വേണ്ടത് എത്ര വോവൽസ് ആണ്? 2 വോവൽസ് ആണ് വേണ്ടത്. ഇവിടെ 3 ഉണ്ട്. നമുക്ക് ഈ 3യിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് 2 വോവൽസിനെയാണ്. 3C2. ഓക്കെ, സെലക്ട് ചെയ്യേണ്ടത് 2 ആണ്. 3C. ഇനി ഇവിടുത്തെ കേസ് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇവിടെ 5 കോൺസോണൻസ് ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് 3 കോൺസോണൻസ് ആണ്. അപ്പോൾ 5C3. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എന്തായിരിക്കും? 3C2 ഇൻറ്റു 5C3. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര ലെറ്റർ വേർഡാണ് നമുക്ക് കിട്ടുക? 2 + 3 അല്ലേ. 2 വോവൽസും 3 കോൺസണൻസും കൂടിയിട്ടുള്ള വേർഡാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2 + 3 = 5. അപ്പോൾ നമുക്ക് 5 ലെറ്റർ വേർഡാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഞാൻ എ, യു എന്ന് പറഞ്ഞ വോവലിനെയും ഇതിൽ നിന്ന് ഞാൻ ജി, എച്ച്, ടി എന്ന് പറഞ്ഞ കോൺസോണൻസിനെയാണ് സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പോഴാണ് ഒരു 5 ലെറ്റർ വേർഡായി മാറിയത്. അപ്പോൾ ഈ വേർഡിന് തന്നെ നമുക്ക് 5 ഫാക്ടോറിയൽ വേയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ വേർഡിനെ തന്നെ നമുക്ക് 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി എന്താണ്? 3C2 ഇൻറ്റു 5 3C2 ഇൻറ്റു 5C3 ഇൻറ്റു 5 ഫാക്ടോറിയൽ. ഇത് ചെയ്താലാണ് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾ സാധാരണ ചെയ്യുക അല്ലേ. ഇത് ചെയ്യാനായിട്ട് മറക്കരുത്. ഇവിടെ 2 വോവൽസ് ഉണ്ട്, 3 കോൺസോണൻസ് ഉണ്ട്. അപ്പോൾ ഇവരിനെ തന്നെ നമുക്ക് 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടിയും പറയാണ്. നമ്പർ ഓഫ് വോവൽസ് ഇൻ ഡോട്ടറിൽ എത്ര വോവൽസ് ഉണ്ട്? 3 വോവൽസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ 2 സെലക്ട് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ്? 3C2. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് കോൺസോണൻസ് എത്ര ഉണ്ട്? ഡോട്ടറിൽ 5 കോൺസോണൻസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 3 ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 5C3 എന്ന് കിട്ടും. ദെൻ വി വിൽ ഗെറ്റ് എ 5 ലെറ്റർ വേർഡ് അല്ലേ. 2 വോവൽസും 3 കോൺസോണൻസും വെച്ചിട്ട്. ഓക്കെ, 2 വോവൽസും 3 കോൺസോണൻസും വെച്ചിട്ട് നമുക്കൊരു 5 ലെറ്റർ വേർഡാണ് കിട്ടുക. ഓക്കെ, ആൻഡ് ദിസ് 5 ലെറ്റർ വേർഡ് ക്യാൻ ബി റീഅറേഞ്ച്ഡ് ഇൻ 5 ഫാക്ടോറിയൽ വേസ്. ഓക്കെ, hence by multiplicative principle the total number of ways is 3C2 into 5C3 into this 5 factorial. ഓക്കെ, ഇനി ജസ്റ്റ് ഇത് സോൾവ് ചെയ്ത് കൊടുക്കുക. ആ കോമ്പിനേഷൻ്റെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് NCR എന്താണെന്നറിയാം? n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 3C2 എന്ന് പറഞ്ഞത് എന്തായിരിക്കും? 3 ഫാക്ടോറിയൽ ബൈ 3 മൈനസ് 2 ദാറ്റ് ഈസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെയോ 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 3 is 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് കിട്ടും. അപ്പോൾ 3 ഫാക്ടോറിയൽ നമുക്ക് 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ ഇതും ക്യാൻസലായി. ബാക്കി ഇവിടെ 3 ആണുള്ളത്. 3 ഇൻറ്റു ഈ 5 ഫാക്ടോറിയലിനെയോ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെയും ഇതും ക്യാൻസലായി പോയി. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 is 4. അപ്പോൾ 5 ഇൻറ്റു 2 10 എന്ന് കിട്ടും. ആൻഡ് 5 ഫാക്ടോറിയൽ is 120. ഓക്കെ, 12 ഇൻറ്റു 3 എത്രയാണ്? 12 ഇൻറ്റു 3 is 36. പിന്നെ 0. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇക്വേഷൻ അറ്റ് എ ടൈം സോ ദാറ്റ് വോവൽസ് ആൻഡ് കോൺസണൻസ് ഒക്കർ ടുഗെദർ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡ് എന്താണ്? ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞ വേർഡിലത്തെ വോവൽസിനൊക്കെ ഒരുമിച്ചാക്കുക, കോൺസോണൻസിനൊക്കെ ഒരുമിച്ചാക്കുക. ഓക്കെ, എന്നിട്ട് എത്ര വേർഡ്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കി ഇതിലത്തെ വോവൽസ് ഏതൊക്കെയാണ്? ഇ, യു, എ, ഐ, ഒ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ഒരുമിച്ചാക്കാം. ഞാൻ എ, ഇ, ഐ
വവൽസിനെയൊക്കെ ഒരുമിച്ചാക്കി ബാക്കിയുള്ള കോൺസോണൻസിനെയൊക്കെ ഒരുമിച്ചാക്കാം. അപ്പോൾ ബാക്കി ഇവിടെ Q ഉണ്ട്, T ഉണ്ട്, N ഉണ്ട്. ബാക്കി ഇവിടെ 3 കോൺസോണൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഒരുമിച്ചാക്കി. അപ്പോൾ ഇതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരുമിച്ചാക്കുമ്പോൾ ഇതിനെ ഒന്നായിട്ടാണ് കൂട്ടാറുള്ളതെന്ന്. അതേപോലെ ഇവരിന് ഞാൻ ഒന്നായിട്ടാണ് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. നമുക്ക് ഇങ്ങനത്തെ ഒരു വേർഡാണ് കിട്ടി വെക്കുന്നത്. അപ്പോൾ ഈ വേർഡിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലെറ്റേഴ്സാണ് ഉള്ളത്. ഇതൊരു ലെറ്റർ ആയിട്ട് കൂട്ടാണ്, ഇതിനെ വേറൊരു ലെറ്റർ ആയിട്ട് കൂട്ടാണ്. അപ്പോൾ ഇവിടെ N എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ വേർഡിനെ തന്നെ നമ്മൾക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 2 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, ഇവിടെ R എന്ന് പറഞ്ഞതോ R എന്ന് പറഞ്ഞതും 2 ആണ്. അപ്പോൾ ഈ വേർഡിനെ തന്നെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 2 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. അതിൽ ഡൗട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടും. ഇത് കുറേ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ വേർഡിനെ തന്നെ നമുക്ക് 2 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. പിന്നെ ഈ A E I O U ഈ വോവൽസിനെ തന്നെ ഇവിടെ എത്ര വോവൽസ് ഉണ്ട്? 5 വോവൽസ് ഉണ്ട്. 5 വോവൽസിനെ തന്നെ നമുക്ക് 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് 3 കോൺസണൻസിനെ നമുക്ക് 3 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലൊന്നും സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വേർഡ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വേർഡ് കിട്ടിയത്. ഇതൊന്നായിട്ടാണ് കൂട്ടുന്നത്, ഇതിനെ ഒന്നായിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ ഈ വേർഡിനെ തന്നെ നമുക്ക് 2 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ വോവൽസിന് നമുക്ക് 5 വോവൽസ് ഉണ്ട്. 5 വോവൽസിനെ 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കാരണമാണ് കേട്ടോ. ഓരോ ലെറ്റർ ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ 5 ഫാക്ടോറിയൽ വന്നത്. ഓക്കെ, പിന്നെ ഇവിടെ കോൺസോണൻസ് എടുത്താലോ, കോൺസോണൻസ് 3 ഉണ്ട്. ഇത് 3 ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ 3 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി എന്തായിരിക്കും? 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഓക്കെ, 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. 5 ഫാക്ടോറിയൽ 120 ആണ്. ആൻഡ് 3 ഫാക്ടോറിയൽ ഇസ് 6. അപ്പോൾ 6 into 2 is 12. 12 into 120. 12 into 12 is 144. പിന്നെ 0. ഓക്കെ,